സനാതന മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ ഉദ്ധാനത്തിന് സാക്ഷ്യമായിട്ടുള്ള ശുശ്രൂഷകൾ കാഴ്ചവെക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവിന്റെ ഉദ്ധാനം. യേശുവിന്റെ ജീവിതം കുരിശിൽ അവസാനിച്ചില്ല. കുരിശുമരണത്തിന് ക്രിസ്തുവിന്റെ ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ല. കാൽവരിക്കപ്പുറം മരണത്തെ അതിജീവിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ മരണം ദൈവത്തിനുമുണ്ട് സ്വീകാര്യമായി ദൈവികമായ ലോകത്തിലുണ്ടാകുന്നത് ശരീരത്തോടുകൂടി ദൈവിക തലത്തിലേക്ക് പിതാവിന്റെ സംഭവമായാണ് ക്രിസ്തുവിന്റെ ഭൗതിക ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും ഈശോ ഉദ്ധാനം ചെയ്തു എന്ന ബോധ്യമാണ് അതുവരെ വീരുകളായിരുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടി ധൈര്യശാലികളായി. അവരുടെ അധരങ്ങൾ ആത്മാവിന്റെ ഉപകരണങ്ങളായി. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ സംസാരിച്ചപ്പോൾ ലോകത്തിലെ സകല ജനങ്ങൾക്കും അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വിവിധ ജനതകളിൽപ്പെട്ട അവർ ഒറ്റ സമൂഹമായി മാറി. അങ്ങനെ അതുവരെ ദൈവത്തിന്റെ പദ്ധതിയെ നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന സഭ പെന്തക്കോസ്താ ദിവസം പരസ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഭ സകല ജനങ്ങൾക്കു മുമ്പിൽ പ്രത്യക്ഷീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന് ക്രിസ്തീയ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇത് ആത്മാവിനെ രണ്ടാമതായി സത്യാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന ക്രിസ്തുവിനെ നന്മ തിരിച്ചറിയാനുള്ള സാക്ഷിയുണ്ടാകും. ക്ഷമാപൂർവ്വത്തിൽ മനുഷ്യഹൃദയവും പ്രപഞ്ചത്തിന്റെ രൂപാന്തരം സാധിക്കാനാണ് യേശു ആത്മാവിന്റെ സാന്നിധ്യമായി ചിലവുള്ള ദൈവത്തിന്റെ സ്വകീയ മഹത്വത്തിലേക്ക് ശരീരങ്ങളുടെ ഉദ്ധാരത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ ലഭ്യമാകാനിരിക്കുന്ന വർഗഭാഗ്യത്തിന്റെ പൂർണ്ണത മറിയത്തിന് മുൻകൂറായി നൽകപ്പെട്ടു എന്ന ഈ പ്രഖ്യാപനം പഠിപ്പിക്കുന്നു. മറിയത്തിന്റെ ശരീരത്തെ ദൈവം വാഴ്ത്തിയതിന്റെ അനുസ്മരണമാണ് സ്വർഗാരോപണം. മാതാവിനെ പോലെ സ്വശരീരത്തെ പരിശുദ്ധമായി കൊണ്ടു നടന്നാൽ ആ ശരീരം ദൈവം സ്വർഗത്തിലേക്ക് എടുക്കും. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തോട് ചേർത്തു വയ്ക്കാൻ അപരന്റെ ശരീരം അക്രാരി കണക്കെ കരുതാൻ സ്വർഗാരോപണ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ശരീരങ്ങളുടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവൻ ലഭ്യമാകാനിരിക്കുന്ന സ്വർഗഭാഗ്യത്തിന്റെ പൂർണ്ണത ഞങ്ങളുടെ ശരീരങ്ങളെ പരിശുദ്ധമായി കൊണ്ടുനടക്കാൻ ദൈവത്തോട് ചേർന്ന് 16 നൂറ്റാണ്ടിലാണ് മാതാവിന്റെ രൂപത്തിന് കിരീടം പ്രസ്തുത വിശ്വാസത്തിന്റെ പ്രകടനത്തിന് മാർപ്പാപ്പ അംഗീകാരം നൽകുകയും പ്രാർത്ഥനകളോടെ കിരീടധാരണാചരണം നടപ്പാക്കുകയും ചെയ്യും. പരിശുദ്ധ അമലോത്ഭവരാജ്ഞി എന്റെ മുന്നിൽ
ദൈവത്തിന്റെയും സഹനത്തിന്റെയും അനുഭവം ഹൃദയത്തിൽ ഏറ്റുക. ഈ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പടിയിറങ്ങാൻ വേദനിക്കുന്ന മനസ്സുകൾക്ക് പ്രത്യാശ നൽകുന്ന ആത്മീയ അന്തരീക്ഷം എത്ര ഭംഗിയാണ്. പാപഭാരവുമായ എന്റെ മനസ്സിൽ ഇവിടുത്തെ ജീവൻ കുടിക്കുന്ന വിശുദ്ധ മാതൃകകളും പ്രാർത്ഥനകളും എന്റെ ആശ്വാസം. പിരിമുറുക്കങ്ങളുടെ ഭാരവുമായ ഞാൻ ഈ മണ്ണിൽ വന്നു. മനസ്സ് മരവിപ്പിക്കുന്ന വേദനയുടെ നിമിഷങ്ങളും കഷ്ടപ്പാടിന്റെ കൈക്കുള്ള ഓർമ്മകളും എല്ലാം ഇവിടെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. എന്റെ ദൈവമേ, വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമാകുന്ന ഈ